വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന് ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെടുന്നു. ആശങ്ക കേന്ദ്ര സർക്കാർ പരിഗണിച്ചതിൽ ആശ്വാസമുണ്ടെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണം. ബിൽ പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. ക്രൈസ്തവ സഭകൾ കടുത്ത വിമർശനമുയർത്തിയതോടെ ബില്ലിൽ ആശങ്ക വേണ്ടെന്നായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതികരണം. ബില്ലിൽ ചർച്ച നീട്ടിയതിന്റെ താൽക്കാലിക ആശ്വാസത്തിലാണ് ക്രൈസ്തവ സഭകൾ. ബില്ലിൽ കൂടുതൽ ചർച്ച വേണമെന്ന് ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെട്ടു. സഭകളുടെ ആശങ്ക കേന്ദ്രം പരിഗണിച്ചത് ആശ്വാസമെന്ന് ഓർത്തഡോക്സ് സഭ. ബില്ലിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനാധിപത്യത്തിന്റെ ആത്മാവിനും സാമൂഹ്യ നീതിക്കും വിരുദ്ധമായ ഈ ഭേദഗതി അടിയന്തരമായി കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ്. ബില്ലിനെതിരെ ഇന്നും പ്രതിപക്ഷം രംഗത്ത്. ഈ ബില്ല് കൊണ്ട് ഇന്റർവ്യൂ പാസ്സാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ദുരുപദിഷ്ടതപരമാണ്, ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഒരു കാരണവശാലും ഈ ബില്ലിന്ന് പാസ്സാക്കാൻ അനുവദിക്കില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ബിഷപ്പുമാർക്ക് താൻ ഓഡിയോ സന്ദേശം അയച്ചെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒരാശങ്കയുമില്ല. ഇത് ക്രൈസ്തവൻ, ഹിന്ദു, സിഖ്, ബുദ്ധ ഒന്നുമില്ല. ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തവർ മാത്രം പേടിച്ചാൽ മതി. ഒരു ക്രിസ്തീയ സഭയ്ക്കും പേടിയില്ല. മതപരമായ വിഷയമല്ല, സാമൂഹിക വിഷയമാണ് CBCI വ്യക്തമാക്കിയെന്ന് കേന്ദ്രമന്ത്രിയും കാഞ്ഞിരപ്പള്ളി NDA സ്ഥാനാർത്ഥിയുമായ ജോർജ് കുര്യൻ. സഭാ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള വളരെ പക്വമായിട്ടുള്ള ഇടപെടലിനെ, അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കകൾ എല്ലാം ബഹുമാനിച്ചുകൊണ്ടുള്ള ബില്ലായിരിക്കും പാസ്സാകുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുക. ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീണ്ടും കേരളത്തിലെത്താനിരിക്കെ വിഷയം സജീവമാക്കി നിലനിർത്താനാണ് LDF-UDF ശ്രമം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.